നമ്മൾ ആദ്യമായിട്ട് ഇന്ന് കാണുന്നത് ഈയിടെ നമ്മെ വിട്ടുപോയ സംഗീത സംവിധായകൻ SP വെങ്കിടേഷ് അദ്ദേഹത്തെ പറ്റിയിട്ടാണ്. തമിഴ്നാട്ടിൽ നിന്ന് വന്ന് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച സംഗീത സംവിധായകനാണ് SP വെങ്കിടേഷ്. അദ്ദേഹത്തിൻ്റെ പാട്ടുകളേക്കാൾ ഉപരി ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത്. മാൻഡലിൻ വാദകനായ ശ്രീ പഴനിയുടെ മകനായി അദ്ദേഹം ഒരുപാട് സംഗീത സംവിധായകർക്കൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനിയാണ് ശ്യാം സാറിൻ്റെ സ്വാധീനം അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലും പശ്ചാത്തല സംഗീതത്തിലും പ്രകടമായിട്ട് കാണാം. ഗിറ്റാർ, വയലിൻ, സ്ട്രിങ്സിൻ്റെ പാറ്റേണുകൾ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ ശൈലിയാണ്. ഒരു പാട്ട് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ആ ഗിറ്റാർ പ്ലേയും ആ സ്ട്രിങ്സിൻ്റെ പ്ലേ ഒക്കെ കാണുമ്പോൾ അപ്പം മനസ്സിലാവും അത് SP വെങ്കിടേഷ് ആണെന്ന്. പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. എല്ലാവർക്കും പെട്ടെന്ന് പാടാൻ കഴിയുന്ന ലളിതമായ ഇണങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ തുമ്പിപ്പെണ്ണേ വാവാ, വളരെ സിമ്പിളാണ്. സിമ്പിൾ. കിലുകിൽ പമ്പരം, അതിൻ്റെ ഒരു തുടക്കത്തിൻ്റെ ഒരു പ്ലേ ഉണ്ട്. പ സ പ പ സ പ പ സ പ സ പ പ സ പ പ സ അല്ലേ, അങ്ങനെ ഒരു പ്ലേ ഉണ്ട്. വളരെ സിമ്പിൾ കമ്പോസിഷൻ ആയിരിക്കും, പക്ഷേ എഫക്റ്റീവാണ് അല്ലേ. നമ്മൾ ഭയങ്കര കോംപ്ലിക്കേഷൻ ഒന്നുമില്ല അതിൽ. അപ്പോൾ എന്താണ്, സാധാരണക്കാർക്ക് കൂടുതൽ പാടാനായിട്ട് നമുക്ക് സാധിക്കും. ചിത്ര ചേച്ചി ഏറ്റവും കൂടുതൽ പാടിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പാട്ടുകളാണ്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള BGMകൾ, അദ്ദേഹം ഒരുപാട് നല്ല BGM ചെയ്തിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് തോന്നാറുള്ളത് നമ്പർ 20 മദ്രാസ് മെയിൽ എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്. അതുപോലെ തന്നെ സ്ഫടികം, ദേവാസുരം, ദുബായ്, അങ്ങനെ ഒരുപാട് സിനിമകൾക്ക് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു രക്ഷയില്ലാത്ത ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് നമ്പർ 20 മദ്രാസ് മെയിൽ. അതിലെ ഈ ശ്രീരാമൻ്റെ ഒരു കഥാപാത്രം വരുമ്പോൾ സാധാരണ മ്യൂസിക് ഡയറക്ടേഴ്സ് ഒരു തീം മ്യൂസിക് ചെയ്യാറുണ്ട്. അതായത് ക്യാരക്ടർ തീം എന്ന് പറയും. ഓരോ കഥാപാത്രത്തിനും ഒരു തീമുണ്ട്. അതിൽ ശ്രീരാമൻ്റെ ക്യാരക്ടർ വരുമ്പോഴുള്ള ഒരു മ്യൂസിക് ഉണ്ട്, ഒരു രക്ഷയില്ലാത്തൊരു ഡ്രംസ്, അത് ഒരു പാറ്റേൺ പുള്ളി അതിൽ ചെയ്തിട്ടുണ്ട്. പഴയ റിതം കമ്പോസർ, അന്നൊന്നും പ്രോഗ്രാമിംഗ് ഇല്ല. അന്നത്തെ കാലത്ത് പുള്ളി ഒരു ഡ്രംസ് പാറ്റേണും അതുപോലെ തന്നെ ഒരു സ്ട്രിങ്സ് പാറ്റേണൊക്കെ ചെയ്തിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ദുബായിൽ മമ്മൂട്ടിയുടെ ആ ഒരു ഇൻട്രൊഡക്ഷൻ ഒരു സീനുണ്ട്, ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്ന ഒരു സീനുണ്ട് ദുബായിൽ. മമ്മൂട്ടിയുടെ ആ ഒരു ഭംഗിയും ഗ്ലാമറും ശരിക്കും കാണിച്ചു തരുന്നൊരു ഷോട്ടാണ്. അവിടെ ഒരു റീ റെക്കോർഡിംഗ് ഉണ്ട്. വളരെ സിമ്പിളായിട്ടൊരു ഗിറ്റാർ പാറ്റേൺ ആണ് അദ്ദേഹം യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്ഫടികത്തിലെ മോഹൻലാലിൻ്റെ തീം ഈയിടെ 4K അറ്റ്മോസിലൊക്കെ അത് ഡിജിറ്റൽ ഡോൾബി റീമിക്സ് ഒക്കെ ചെയ്ത് ഇറക്കിയിരുന്നു പടം. അപ്പോൾ അത് സൂപ്പർബായിട്ട് അതിൻ്റെ റീ റെക്കോർഡിംഗ് ഒക്കെ ഒരു രക്ഷയില്ല. സ്ഫടികത്തിൻ്റെ റീ റെക്കോർഡിങ്, അദ്ദേഹത്തിൻ്റെ തീം മ്യൂസിക്കൊക്കെ സൂപ്പർബായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ പാട്ടുകളെ പറ്റിയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് ധാരാളം റീൽസ് കണ്ടിരുന്നു. SP വെങ്കിടേഷിനെ പറ്റിയിട്ടുള്ള ഒരുപാട് റീലുകൾ ഇറങ്ങിയിരുന്നു. പക്ഷേ അതൊന്നും ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. പേഴ്സണലി എനിക്ക് അദ്ദേഹത്തിൻ്റെ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു സോങ് ഉണ്ട്. മോഹൻലാലിൻ്റെ ഒരു ഒന്നാമൻ എന്ന് പറയുന്നൊരു ഫിലിമിൽ ജാനകിയമ്മയും ദാസേട്ടനൊക്കെ പാടിയിട്ടുള്ളൊരു ഡ്യുവറ്റാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. മിഴിതളിൽ നില മലരിതളോ, ആ ഒരു സോങ് ഒരു രക്ഷയില്ലാത്തൊരു സാക്സ് പ്ലേ ഒക്കെ ഉണ്ട് അതിൽ. പിയാനോ സാക്സ് പ്ലേ ഉണ്ട്. അത് യേശുദാസും സാറും ജാനകിയമ്മയും കൂടിയിട്ടുള്ളൊരു തിരിച്ചു വരാറുണ്ട്. SP വെങ്കടേഷ് സാർ കുറച്ചു കാലം സിനിമയിൽ ഇല്ലായിരുന്നു. അതിനുശേഷം ലാലേട്ടൻ വഴി തന്നെ ഒരു ബിഗ് ബ്രേക്കോടുകൂടി ഒരു മെലഡിയാണ്. അത് വളരെ ക്ലോസ് ആയിട്ട് സംഗീതം ഒബ്സർവ് ചെയ്യുന്നവർക്ക് ആ പാട്ട് മനസ്സിൽ ഇപ്പോഴും ഉണ്ടാവും. അത് അത്രയും ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്തവരെ ആ പാട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവുള്ളൂ. അതുപോലെ തന്നെ വേറെ ഒരു പേഴ്സണൽ ഫേവറേറ്റാണ് ഓർമ്മകൾ ഓടക്കുഴലൂതി, MG ശ്രീകുമാർ പാടിയിരിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു പാട്ട്. അതൊക്കെ മെലഡി, പക്ക മെലഡിയാണ്. അതിൻ്റെ ഒരു സ്ട്രിങ്സ് പ്ലേ ഒക്കെ ഉണ്ട് സ്ഫടികം എന്നുള്ള സിനിമയിൽ. അതുപോലെ തന്നെ എല്ലാവരുടെയും ഫേവററ്റ് ആയിട്ടുള്ള കിലുകിൽ പമ്പരം, അതുപോലെ തന്നെ ജോണി വാക്കർ എന്നുള്ള സിനിമയിൽ ഇതുപോലെ തന്നെ ചാഞ്ചക്കം തെന്നിയും
താളത്തിൽ ചിന്നിയും ആകാശത്താലവട്ട പീലി കെട്ടും ചില്ലുമേഘമേ. ഓ, ഈ ഒരു പാട്ട് അത് SP വെങ്കടേഷ് സാറിൻ്റെയാണ്. അത് തന്നെ പുള്ളി BGM ചെയ്തിട്ടുണ്ട്. ഒരു തീമായിട്ട് എൻ്റെ ഒരു സ്ട്രിങ്സ് പ്ലേ ഒക്കെ ഉണ്ട്. അത് സൂപ്പർബാണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു പാട്ടാണ്, പുതിയ കുടുംബത്തിൻ തൊടുകുറി അണിയുന്നു തിരുസഭ വിജയത്തിൻ ലാലാലാലാലാ. ആ ഒരു സോങ് കല്യാണം സിറ്റുവേഷനിൽ അദ്ദേഹം ചെയ്തിരിക്കുന്ന ഒരു പാട്ടാണ്. അതൊക്കെ ആ കാലത്ത് സൂപ്പർ ഹിറ്റ് പാട്ടുകളായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ എപ്പിസോഡ് കൺക്ലൂഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ പ്രേക്ഷകരോട് ഒരു ചോദ്യമാണ്. വിദ്യാസാഗർ സാർ പാട്ടുകൾ ചെയ്യുകയും SP വെങ്കടേഷ് സാർ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുകയും ചെയ്ത ഒരു സിനിമയുണ്ട്. ഒരെണ്ണം പറയാമോ? താങ്ക് യു.